انت معلم. ഹേ ഗൈസ് അസ്സലാമു അലൈക്കും. ഈദ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈദ് വ്ളോഗറിൻ്റെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടൊന്നുമില്ല. എനിക്ക് രാവിലെ തന്നെ 1 hour ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ ഞാൻ ഡ്യൂട്ടിക്ക് വേണ്ടി പോവാണ്. അപ്പോൾ രാവിലെ തന്നെ ആയതുകൊണ്ട് ക്ലിനിക്കിൽ ആരും ഇല്ല. എന്തായാലും ഇവിടെ ഒരു സിസ്റ്റർ ഉണ്ട്. അപ്പോൾ സിസ്റ്ററിന് ചെറിയ മക്കൾ 2 പേരുണ്ട്. അപ്പോൾ അവരെ വർക്ക് നിന്ന് റിലീസ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും ഈ വീഡിയോ ഒക്കെ ലെങ്തി വൈഡ് ആംഗിളിൽ എടുത്തതല്ല. അതൊക്കെ ഞാനൊരു ഷോർട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തായിരുന്നു. അപ്പോൾ അങ്ങനെ എന്തായാലും ഡ്യൂട്ടിക്ക് എത്തിയപ്പോൾ തന്നെ എമർജൻസി പേഷ്യൻ്റ് എന്ന് അങ്ങനെ അവർക്കുള്ള ഡ്രിപ്സും കാര്യങ്ങളൊക്കെ റെഡിയൊക്കെ വെച്ചാൽ അങ്ങനെ 1 hour ഡ്യൂട്ടിയും കഴിഞ്ഞ് വേറൊരാൾക്ക് ഹാൻഡ് ഓവർ കൊടുത്തിട്ട് ഞാനപ്പം നേരെ ഇനി റൂമിലേക്കാണ് പോകാൻ വന്നത്. കൂട്ടാൻ വേണ്ടിയിട്ട് അനിയൻ വരും പള്ളിയിൽ നിന്ന് കഴിഞ്ഞിട്ട്. അപ്പം നമ്മളുടെ മിസ്റ്റി കോറുകൾ കാണുന്നതല്ലോ ഇപ്പോൾ ഒരു 8 മണിയായിട്ടുണ്ട്. 8 മണിയായിട്ടും ഇവിടുത്തെ ഒരു മഞ്ഞൊന്നും പോയിട്ടില്ല. 7 മണി തൊട്ട് 8 മണിയായിരുന്നു എൻ്റെ ഒരു ഡ്യൂട്ടി. അപ്പോൾ ഞാൻ ഇന്നലെ നൈറ്റ് തന്നെ വീട്ടിലേക്ക് പോകേണ്ടതായിരുന്നു. ഈ ഒരു 1 hour ഡ്യൂട്ടിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഇന്നലെ റൂമിൽ തന്നെ സ്റ്റേ ആയതായിരുന്നു. അപ്പോൾ നമ്മളുടെ നാപ്പക്കുള്ള പള്ളിയാണ് ഈ കാണുന്നത്. അപ്പോൾ പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഓരോരുത്തരും പുറത്ത് വരാൻ തുടങ്ങി. ഞാൻ മുകളിൽ വന്നിട്ട് ആ ഒരു വൈബ് കാണാൻ വേണ്ടി വന്നതായിരുന്നു. പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ എല്ലാവരുടെ ആ ഒരു ഈദ് മുബാറക് ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ മുകളിലേക്ക് വന്നതായിരുന്നു. റൂമിൽ എന്തായാലും പാത്തോസില്ല. പാത്തോസൊക്കെ മിനിഞ്ഞാന്ന് വീട്ടിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വീട്ടിലാണുള്ളത്. ഇനിയിപ്പോൾ വീട്ടിൽ പോയിട്ടായിരിക്കും ബാക്കി എല്ലാ പരിപാടി. അങ്ങനെ എൻ്റെ അനിയന്മാർ 2 പേർ എന്നെ കൂട്ടാൻ വന്നിട്ടുണ്ട്. ഇവരുടെ കൂടെ അതിന് നേരെ വീട്ടിലേക്കാണ് പോകുന്നത്. വീട്ടിലേക്ക് പോയിട്ട് ബാക്കി എല്ലാ വിശേഷവും പറഞ്ഞു തരാം. ഞങ്ങളപ്പോൾ സ്കൂട്ടിയിലാണ് വന്നത്. കാറുണ്ടായിരുന്നില്ല. കോയ്സ് അങ്ങനെ ഞങ്ങൾ ട്രിപ്പിലാണ് പോയിക്കൊണ്ടുള്ളത്. ഫൈനലി ഞാൻ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. എന്താ രസം. ഈ ഒരു വൈബ് വേറെ തന്നെയാണ് കേട്ടോ. നമ്മളുടെ ആ പച്ചപ്പിൻ്റെ നടുക്കുള്ള ഞങ്ങളുടെ ഈ സ്വന്തം റിയാൻ. പിന്നെ അങ്ങോട്ടേക്ക് ഫോട്ടോ എടുക്കൽ തന്നെയായിരുന്നു. ഇതല്ല മെയിനായിട്ടുള്ള വൈബ് വേറെയാണ്. ഞങ്ങൾ പെരുന്നാളിന് പ്ലാൻ ചെയ്തത് ഞങ്ങൾക്ക് മൈസൂരിലോ അല്ലെങ്കിൽ വയനാട്ടിലോ എവിടത്തേക്കെങ്കിലും പോകാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ പ്ലാനൊക്കെ പൊട്ടി. വീട്ടിൽ തന്നെ നാളെ ഗസ്റ്റുകൾ അതിനൊക്കെ വരാൻ തുടങ്ങി വന്നുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് പിന്നെ ഇങ്ങോട്ട് പോകാനൊന്നും കഴിഞ്ഞിട്ട് അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്ത് ഒരു ഈവനിങ് ആകുമ്പോൾ നമ്മൾക്ക് അടുത്ത് തന്നെയുള്ള നമ്മളുടെ ഉമ്മാൻ്റെ ഉപ്പാൻ്റെയൊക്കെ തറവാട് ഇവിടെ തന്നെയാണ്. എടപ്പല എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ച് വളർന്നതൊക്കെ. അപ്പോൾ എല്ലാവരും ഇവിടെ തന്നെയാണ് തറവാട്. അപ്പോൾ കുടുംബക്കാർ വീട്ടിലേക്കൊക്കെ ജസ്റ്റ് കയറി ഇറങ്ങാൻ ജസ്റ്റ് അങ്ങനെ കുറച്ചൊരു 3-4 വീട്ടിലേക്ക് മാത്രം ഞങ്ങൾ കയറി ഇറങ്ങാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അതാ നമ്മളുടെ ഉപ്പയാണിത്. ഉപ്പ അപ്പോൾ എല്ലാവർക്കും പെരുന്നാൾ പൈസയൊക്കെ കൊടുക്കുന്നുണ്ട്. കോയ്സ് ആ ഒരു സമയത്തിൽ തന്നെ നമ്മളുടെ ഹോട്ടലിലത്തെ സ്റ്റാഫുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഹോട്ടലിലത്തെ സ്റ്റാഫുകളും നമ്മളുടെ ചെയറും ചെച്ചും എൻ്റെ 2 ബ്രദേഴ്സൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ എല്ലാവരും ഉണ്ട്. ഇത് നമ്മൾക്ക് റോട്ടിൽ നിന്ന് വീണ് കിട്ടിയതാണ് കോയ്സ് ആ 2 പൂച്ചനെ. അങ്ങനെ ഇവനെ കോമാളിയാക്കുകയാണ് എല്ലാവരും. ഇനിയിപ്പോൾ നമ്മൾ നേരെ കുടുംബക്കാരുടെ വീട്ടിലേക്ക്. ഓരോ പെരുന്നാൾ ഓരോ വിധത്തിൽ. ഈ പെരുന്നാൾ എന്തിനാ ഇങ്ങനെ നടക്കാൻ വെച്ചത് നല്ല കാപ്പിപ്പൂവിൻ്റെയൊക്കെ മണം അത് ആസ്വദിച്ചുകൊണ്ട് 2 സൈഡിലും കാപ്പി മരങ്ങളാണല്ലോ. അപ്പോൾ അതൊക്കെ ആസ്വദിച്ചുകൊണ്ട് നടക്കാൻ വേണ്ടിയിട്ടാണ്. കേട്ടാ നമ്മളൊരു അമ്മായിൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്. എന്ത് രസമല്ലേ. ആ കാണുന്നതാണ് ഞങ്ങളുടെ തറവാട്. പൈനാപ്പിൾ എന്തിണ്ടോ അവനെ അടിഞ്ഞിറക്കുന്നേ. ആ ഇതൊക്കെ ഞങ്ങളുടെ എടപ്പലം എന്ന് പറയുന്ന നാട്. കണ്ടോ ഗൈസ്, ഉള്ളില് ഏരിയ. എന്താ ചെയ്യുന്നേ? You want coconut? Yeah. This for me only. Are you ready to eat this? Zaid, look at here. അമ്മായിൻ്റെ വീട്ടിൽ വന്നിട്ട് ആകുമ്പോഴത്തേനോ നല്ല ജിബിലിപ്പഴം. ഞങ്ങൾ ജിബിലിപ്പഴം എന്ന് പറയും. ബെറീസ് അറിയില്ലേ നിങ്ങൾക്ക്? കണ്ട എന്താണ് ബെറീസൊക്കെ ഉണ്ടായിട്ടുണ്ട്. വെയിറ്റ് ഫോർ എ മിനിറ്റ്. ഞങ്ങൾ കുറച്ച് ബെറീസൊക്കെ പ്ലക്കിയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഐ ആം ഹിയർ. See? Do you like it? Yeah. Come here. Ide. Is this your favorite? Yes. Okay. We are going to pluck more. Yeah. അങ്ങനെ ഞങ്ങൾ ഗസ്റ്റിൻ്റെ വീട്ടിലൊക്കെ പോയി വന്ന് പിന്നെ ഞങ്ങൾ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴത്തേനാണ് അളിയനൊക്കെ വന്ന്. പച്ചുവിൻ്റെ ഹസ്ബൻഡാണ് ആ കാണുന്നത്, റൈസ് ബ്ലൂ ഷർട്ട് ഇട്ടത്. അങ്ങനെ അവരൊക്കെ എല്ലാ വീഡിയോയിലും നിങ്ങൾ കാണുന്നുണ്ടാവും. കുറച്ച് വീഡിയോയിലൊക്കെ അവരൊക്കെ ഇൻക്ലൂഡ് ചെയ്യലുണ്ട്. അങ്ങനെ ഞങ്ങൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇനിയിപ്പോൾ പോലീസുകളൊക്കെ കളിക്കുക വെച്ചാൽ അതൊക്കെ കളിക്കുകയാണ്.
ഇതുതന്നെയാണ് ഇന്നത്തെ ഈദ് വ്ളോഗ് എന്ന് പറയുന്നത്. ഈദ് വ്ളോഗായിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായില്ല. അവള് വേറെ എന്തെല്ലോ തിരക്കിലായിപ്പോയി. ഓരോരുത്തർ വരുമ്പോൾ പിന്നെ അവരോട് വർത്തമാനം പറയലോ അങ്ങനെ ആയിട്ട് വീഡിയോ ശരിക്കും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇതുതന്നെയാണ് ഈദ് വ്ളോഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഒരുപാട് നല്ല വിശേഷമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ.